അത്തഖറുബു ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മളെ കണ്ണ് എന്തിനാ അള്ളാഹ് തന്നത്? അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. ഹറാമ് കാണുമ്പോൾ അകലുകയാണ്. ചെവി തന്നത് നിലവിലുള്ള ഗ്രൈഡിൽ നിന്ന് ഒന്നുകൂടി നീ അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. ഹറാമ് കേട്ടാൽ നീ അകലുകയാണ്. ഓരോ കാര്യം, ളുഹറിന് എന്തിന് നമ്മൾ ജമാഅത്തിനൊന്നും അള്ളാഹുവിലേക്ക് അടുക്കാൻ, വേറെ താല്പര്യത്തിലല്ല. ചില ഹദീസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പ്രത്യേകം മെൻഷൻ ചെയ്യും. എന്ത്? അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ചെയ്താൽ, എല്ലാ കാര്യവും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്യേണ്ടത്? അതെ. പിന്നെ അതിനെ ചില കാര്യങ്ങൾ മാത്രം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ എന്ന് പറയണത്, അതിൻ്റെ കാരണം സാഹചര്യം മുഴുവനും അത് ചെയ്യാനായിരിക്കും നിർബന്ധിക്കുക. ആംബിയൻസ് മുഴുവനും അത് ചെയ്തിട്ടില്ലെങ്കിൽ ബോറാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആംബിയൻസ് ആയിരിക്കും. ഉദാഹരണത്തിന്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി തറാവീഹ് നിസ്കരിച്ചാൽ, അത് ബാക്കി നിസ്കാരമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ? അതൊക്കെ തന്നെ. തറാവീഹ് ഭാര്യ വീട്ടിൽ ഏതായാലും നിസ്കരിക്കാണ്ടിരുന്നാൽ മഹാബോറാണ്. വീട്ടിൽ നിന്നും ചോദിക്കും, സ്ട്രീറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല മനുഷ്യന്മാരൊക്കെ എന്താ ഈ ചങ്ങായി ഇങ്ങനെ ഈ റമദാനിൽ എന്നും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പള്ളിയിൽ പോകാം എന്ന് ആരും വിചാരിക്കരുത്. അതാണ് പറയുന്നത്. അങ്ങനത്തെ സ്ഥലത്തെ അള്ളാഹ്ക്ക് വേണ്ടി എന്ന പ്രയോഗം തന്നെ കൊണ്ടുവരുള്ളൂ. മൻ സ്വാമ റമദാന, ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്താൽ ഈമാനൻ വഹ്തിസാബൻ. അതിന് അങ്ങനെ പറയണത്? റമദാനിൽ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ മഹാബോറ, നോമ്പെടുത്തിട്ടില്ലെങ്കിൽ മോശ, അതിനാരും നോമ്പെടുക്കണ്ട. അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭർത്താവ് മരിച്ചു, മക്കൾ വഴിയാതാരാകുമോ എന്ന് വിചാരിച്ചിട്ട് മറ്റു കല്യാണമൊന്നും വേണ്ടെന്ന് വിചാരിച്ച ഒരു പെണ്ണ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അതിനങ്ങനെ പറയണത്? ഏതായാലും 4 മക്കളായി, എന്നെ ഒന്നും ഇനി ആരും കെട്ടാൻ സാധ്യതയില്ല, അങ്ങനെ വിചാരിച്ചിട്ട് കെട്ടാതിരുന്നാൽ നോ പറഞ്ഞാലല്ല. വഹ്തിസാബൻ, വഹ്തിസാബൻ. ആ പ്രയോഗം ശ്രദ്ധേയമായ പ്രയോഗം. നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതായി തീർക്കാനാണ് ഈ പണി മുഴുവനും നമ്മൾ എടുക്കേണ്ടത്.